കൂടുതൽ പാലോടുകൂടി തുടരുകയാണ്. JP നദ്ദയ്ക്ക് നിവേദനം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതാണ് വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിവേദനം നൽകിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ളൊരു അനുഭാവപൂർവ്വമുള്ള നിലപാട് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുക വയ്യ. സമരപ്പന്തൽ ഉൾപ്പെടെ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. എന്താണ് CJPയുടെ തുടർ നീക്കങ്ങൾ? വിനീത, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. അതായത് ഇപ്പോൾ JP നദ്ദയെ കണ്ടിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരും എന്നുള്ളതാണ് നിലപാടായി ഇപ്പോൾ CJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ജന്തർ മന്ദറിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ ഈ ജന്തർ മന്ദറിൽ നിന്നുള്ള പ്രവർത്തകരെയൊക്കെ ഒഴിപ്പിച്ച് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. മുന്നോട്ട് വന്നാൽ ഈ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മുഴുവൻ ആ ഭാഗത്തൊക്കെ അടച്ച്, ഇത് ഫിറോഷാ റോഡാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു വശത്താണ് ജന്തർ മന്ദർ ഉള്ളത്. ഫിറോഷാ റോഡിലേക്ക് ഈ പ്രവർത്തകരെ മുഴുവൻ തുരത്തിയിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മുഴുവൻ പ്രവർത്തകരുടെ തിരക്ക് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെ നിന്നും ഒരു റാലിയായി തന്നെ പ്രവർത്തകർ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും ഒരു രാജ്യ തലസ്ഥാനത്ത് ഇപ്പോഴും സംഘർഷത്തിന് അയവില്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ഈ സാഹചര്യം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും സമരം അവസാനിപ്പിച്ചു എന്ന പ്രഖ്യാപനം വന്നിട്ടില്ല. സമരം അവസാനിപ്പിക്കാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇത് ഒരുപക്ഷെ 2-3 കിലോമീറ്ററിനിപ്പുറമാണ്, സമരം നടക്കുന്ന ഭാഗത്തിന് ഇപ്പുറത്താണ് ഈ വിധത്തിൽ പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തിന്റെ പ്രധാന പാതകളിലെല്ലാം പ്രവർത്തകർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ പലയിടത്തും ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. ഏതായാലും സമരം തുടരും എന്നുള്ള നിലപാട് തന്നെയാണുള്ളത്. അതേസമയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് സമരം അവസാനിപ്പിക്കാനുള്ള നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ച് ജന്തർ മന്ദർ ഒഴിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ പൂർത്തിയാവുകയാണ് വിനീത. അതിൽ നമ്മൾ നേരത്തെ കർഷക സമര സമയത്ത് ഒക്കെയാണ് ഇത്രയധികം പ്രക്ഷുബ്ധമായി രാജ്യ തലസ്ഥാനം ഇതിനു മുൻപ് കണ്ടത്. CJP പാർട്ടികളെ പിന്തുണച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ഒക്കെ തന്നെയും ഇപ്പോഴും എത്തുന്നുണ്ടോ? ഒരു ഭാഗത്ത് കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. രാജി ഉണ്ടാകുമോ എന്ന ചോദ്യം ഇപ്പോൾ നാഷണൽ മീഡിയയൊക്കെ നമ്മൾ നോക്കുമ്പോൾ, എന്തിനാണ് ഈ തിരക്കിട്ട കൂടിയാലോചനകൾ? ഇപ്പോൾ രാജിയില്ലാതെ എന്താണ് ഒരു പരിഹാരം? അങ്ങനെ ഒരു ചർച്ച കൂടി നടക്കുന്നുണ്ടോ മറുഭാഗത്ത്? രാജി വെക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇതിൽ പ്രധാനമായുള്ളത്. PR സുനിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനിടയിൽ ഈ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഉച്ചയോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ വിനീത കാണാമെങ്കിൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഈ ഭാഗത്തേക്ക് ഓടിയെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. പോലീസ് അവിടെ നിന്നും പ്രവർത്തകരെ, CJP പ്രവർത്തകരെ ഈ ഭാഗത്തേക്ക് പല ഭാഗത്തേക്കായി കണ്ണീർ വാതകം പ്രയോഗിച്ചും ഒപ്പം ലാത്തി ചാർജ് നടത്തിയും തുരത്തി ഓടിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രവർത്തകർ പലയിടത്തായി കുതറിയോടുന്നു. ഫിറോഷാ റോഡിലേക്ക് പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ നിന്നും കിലോമീറ്ററുകൾ അപ്പുറത്താണ് ജന്തർ മന്ദറിന്റെ ഒരു ഭാഗമുള്ളത്. അവിടെ നിന്ന് പ്രവർത്തകർ പോലീസിന്റെ ഈ ദൃശ്യങ്ങൾ വീണ്ടും സംഘർഷാവസ്ഥയിലാണോ? പോലീസിന്റെ ലാത്തി ചാർജാണ് എന്ന് മനസ്സിലാക്കുന്നു. ये पुलिस वाले लाठी चार्ज कर रहे हैं भाई साहब. വീണ്ടും ലാത്തി ചാർജ് ആണ് അല്ലേ? क्या हो रहा है भाई, क्या हो रहा है? लाठियों से मार रहे हैं, बहुत बुरी हालत कर दी हम लोगों की, मार के लाठियों से मार के बुरी हालत कर दी हम. वहाँ से आंसू के पुलिस वाले नहीं है. നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിനീത. വീണ്ടും ലാത്തി ചാർജ് ആണ്. टीयर गैस कर रहे हैं और लाठी चार्ज कर रहे हैं. ये सब हम पे बच्चों को मारा, आंटियों को मारा, हमको मारा, मुझे मारे, मेरे सिर में डंडा मारा. मैं कह रहा हूँ, जा रहा हूँ मैं. देखो, ये देखो, ये देखो, ये देखो, ये देखो भैया, हाथ तोड़ दिया. ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ ഈ പ്രവർത്തകരെത്തി കാണിക്കുന്നതാണ്. दिल्ली पुलिस का तोहफा है ये, जो कि हम लोग सर हम अपने हक मांगने इधर आए हैं, ना ही किसी का और गाली भी मार रहा है और मार भी रहा है सबको कि जल्दी चला जा.
ഏതായാലും മുകളിലേക്ക് തന്നെ കയറി വൈഡായിട്ടുള്ള ദൃശ്യങ്ങൾ കാണിച്ചതായി പ്രവർത്തകരെ പോലീസ് ടിയർ ഗ്യാസ് അറിഞ്ഞത്. കല്ലെറിയുന്നു ദൃശ്യങ്ങളിലേക്ക് പോകും. കല്ലെറിയുന്ന ദൃശ്യങ്ങളിലേക്ക് പോവാം. കല്ലെറിയുന്നു ഒരു വശത്ത് നിന്ന് പ്രവർത്തകർ, മറുവശത്ത് നിന്ന് ടിയർ ഗ്യാസ്